ഹായ് എവ്രി വൺ, വെൽക്കം ടു നിക്കീസ് കെം വേൾഡ്. നിക്കീസ് കെം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ വീഡിയോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വൈകാതെ തന്നെ സെക്കൻഡ് വീഡിയോ ഇറങ്ങുന്നതായിരിക്കുന്നത്, പക്ഷെ കുറച്ച് വൈകിപ്പോയി, സോറി ഫോർ ദാറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഒരു പുതിയ ചാപ്റ്റർ, അതായത് കെമിസ്ട്രി 10th സ്റ്റാൻഡേർഡ് CBSE NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലത്തെ 4th ചാപ്റ്റർ, അതായത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ എന്താ പറയുക, എല്ലാ ഫുൾ ചാപ്റ്ററും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഫുൾ ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ഇറക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ്, നമ്മൾ ചാപ്റ്ററിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു തോട്ട് പറയും. ഒരു തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെയിലി ലൈഫ്, പുതിയൊരു ഡേ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ട്, ഒരു ചെറിയ തോട്ട്. ആ തോട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരിക. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. സോ ഞാൻ ഇന്നത്തെ തോട്ട് പറയുന്നതാണ്, എവറി ന്യൂ ഡേ ഈസ് അനദർ ചാൻസ് ടു ചേഞ്ച് അവർ ലൈഫ്. എവറി ന്യൂ ഡേ ഈസ് അനദർ ചാൻസ് ടു ചേഞ്ച് അവർ ലൈഫ്. അതായത് നമ്മൾ നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാം, നമ്മൾ ഓരോ തെറ്റുകൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് ചിലവർക്ക് ഉണ്ടാവും ഇതൊക്കെ ആലോചിക്കണം, നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നൊക്കെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും. ആ കുറ്റബോധം തിരുത്തി ഒരു പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എപ്പോഴും നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പുതിയ ദിവസം വരുന്തോറും അത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ തെറ്റുകളും തിരുത്താനുള്ള പുതിയൊരു ചാൻസ് ആണെന്ന് കരുതി ലൈഫ് ലീഡ് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോവുക. സോ എല്ലാവർക്കും ഈ തോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് നമ്മളുടെ പാഠത്തിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ്, അതായത് നമ്മളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലത്തെ 4th ചാപ്റ്ററാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. നമ്മൾക്ക് ആ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ മനസ്സിലായി, കാർബൺ എന്നൊരു എലമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലും പറയാൻ പോകുന്നത് അല്ലേ. കാർബൺ എന്നൊരു എലമെൻറ്റ് എന്താണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ്, എന്താണ് അതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടി, പിന്നെ അതിൻ്റെ കുറേ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So in this chapter we will study more about the element carbon and its importance. സോ കാർബൺ എന്ന് നമുക്കറിയാം, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളൊരു എലമെൻ്റാണ് കാർബൺ അല്ലേ. കാർബൺ വി ഹാവ് നോൺ സിൻസ് ആൻഷ്യൻ ടൈംസ് അല്ലേ. കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് കാർബൺ എന്നൊരു എലമെൻറ്റ്. സോ കാർബൺ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ എവിടെയൊക്കെ കാണാൻ പറ്റും എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്. അതായത് ഒരു സാധനം നമ്മൾ തീയിൽ കത്തിക്കുക, വെനെവർ എ തിങ് ഈസ് ബേൺഡ് ഇൻ എ ഫയർ വിൽ ഗെറ്റ് എ ബ്ലാക്ക് സൂട്ട് ഓർ ബ്ലാക്ക് ആഷ് അല്ലേ. അപ്പോൾ ആ ഒരു സാധനം, ആ ബ്ലാക്ക് സൂട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആഷ് ആണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എ കാർബൺ. ആൻഡ് ദർ ആർ മെനി കാർബൺ പ്രോഡക്ട്സ് വിച്ച് വി ആർ ഫെമിലിയർ ഇൻ അവർ ഡെയിലി ലൈഫ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പെട്രോളിയം എടുക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം എടുക്കുകയാണ്, ഓർ ഫുഡ്, ഓൾ ദ ഓർഗാനിക് ഓർ ലിവിങ് തിങ്സ് ഓൺ എർത്ത് all are made up of carbon. ഒരു വലിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് അല്ലേ. വി ഹ്യൂമൻ ബീങ്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് കാർബൺ. നമ്മളുടെ ഉള്ളിലുള്ള ഓർഗാൻസ്, സെൽസ് ആൻഡ് അതർ ടിഷ്യൂസ്, ഇൻറ്റേർണൽ സിസ്റ്റംസ്, ഓൾ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. അപ്പോൾ ഇതൊക്കെ ഇപ്പം മനസ്സിലായി നമ്മളെ ഡെയിലി ലൈഫിൽ കാർബണിന് എത്ര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാർബൺ, എല്ലാ സാധനവും കാർബണിനെ കൊണ്ടുണ്ടാക്കിയത്. ഫുഡാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
സാധനം അല്ലേ. ഫുഡ് വരെ കാർബൺ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ അല്ലേ. ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഓൾ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. അപ്പോൾ നമുക്ക് കാർബണിനെ കുറിച്ചിട്ട് അറിഞ്ഞേ തീരൂ എന്നായി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് കാർബൺ അല്ലേ. സോ കാർബൺ എന്ന ഒരു എലമെൻറ്റിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലേ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാവും. എന്തായിരിക്കും ആ സ്പെഷ്യൽ പ്രോപ്പർട്ടി? നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഹാസ് എ യുണീക്ക് സ്ട്രക്ചർ. കാർബണിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പെർട്ടിക്കുലാരിറ്റി ഉണ്ട്, ഒരു യുണീക്കാണ്. ആ യുണീക്ക് സ്ട്രക്ചർ ഇറ്റ് ഹെൽപ്സ് ടു ബോണ്ട് ഈസിലി വിത്ത് അതർ ആറ്റംസ് ആൻഡ് മേക്ക് അപ്പ് ലാർജർ കോംപ്ലിക്കേറ്റഡ് മോളിക്യൂൾസ്. അതായത് നമ്മൾ ഈ കാർബൺ എന്നൊരു എലമെൻ്റ് ഉണ്ടല്ലോ, ആ എലമെൻറ്റിന് എന്താ പറയുക, ഒരു യുണീക്ക് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ കാരണം വേറെ ഏത് ആറ്റം എടുത്താലും, കാർബണിൻ്റെ കൂടെയാണെങ്കിലും കാർബൺ വേറെ ഏതൊരു ആറ്റം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും കൂടിയും ഒരു പെർട്ടിക്കുലർ ബോണ്ട്, പെട്ടെന്ന് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു സ്പെഷ്യാലിറ്റി കാർബൺ ഉണ്ട്. സോ ഡ്യൂ ടു ദാറ്റ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് carbon is very much important in our daily life. So can we think of method? അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ സാധനത്തിലും നമുക്ക് കാർബൺ എന്നൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കാർബൺ ഉണ്ട്, കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണം അല്ലേ. സോ വാട്ട് വിൽ ബി ദ മെത്തേഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഇൻ എനിത്തിങ് or in any chemical compound? One way is to burn the compound. Okay, ഫസ്റ്റ് നമ്മൾ എന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അത് ആദ്യം ബേൺ ചെയ്യാം. ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് സൂട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആഷ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗ്യാസ് പോകുന്നുണ്ടാവും അല്ലേ. ആ പോകുന്ന ഗ്യാസ്, സോ പാസ് ദിസ് ഗ്യാസ്, ഓക്കെ, സം ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് ഔട്ട് when something is burned in fire. So that gas is passed to lime water, is passed through lime water. When that particular gas is passed through the lime water turns milky. The lime water turns milky. So carbon compound in air, actually what is happening in that carbon compound, when it is burned in air, carbon plus oxygen, it will react to give carbon dioxide. And those carbon dioxide gas, when it is passed through the lime water, that carbon dioxide gas turns the lime water into milky. So this says that the presence of carbon compound or carbon atom in that compound. Okay, and since we all know about the carbon compound, the importance of carbon, we have to know that how the occurrence of carbon in our earth's crust, isn't it? So the amount of carbon in the earth's crust and in our atmosphere is little. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാർബൺ എന്നൊരു എലമെൻറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് സാധനം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ഇതിലും നമ്മൾ കാർബൺ എന്ന സാധനം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ കാർബൺ എന്നൊരു എലമെൻറ്റ് നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലിറ്റിൽ. നമുക്ക് കുറച്ച് മാത്രമേ കാർബണിൻ്റെ എമൗണ്ട് കാണാൻ പറ്റുള്ളൂ, നമ്മൾ എർത്ത് ക്രസ്റ്റിലായാലും നമ്മൾ അറ്റ്മോസ്ഫിയറിലായാലും. ഓക്കെ, സോ എത്രയായിരിക്കും പെർസെൻറ്റേജ് ആർക്കെങ്കിലും അറിയോ? സോ എർത്ത്സ് ക്രസ്റ്റ് ഹാസ് ഓൺലി 0.02% of the carbon in the form of minerals like carbonate, bicarbonate, coal and petroleum. മനസ്സിലായോ? അപ്പോൾ അതായത് നമ്മൾ എർത്ത് ക്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 0.02% കാർബണിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ മൈന്യൂട്ടായിട്ടുള്ള എമൗണ്ട് ഓഫ് കാർബൺ അത് പ്യുവർ കാർബൺ ആയിട്ടുമല്ല നമുക്ക് കിട്ടുന്നത്. കാർബൺ വിൽ ബി എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് മിനറൽസ് ലൈക്ക് കാർബണേറ്റ്, ബൈകാർബണേറ്റ്, കോൾ, പെട്രോളിയം ഇന്ന രീതിയിലൊക്കെയാണ് നമുക്ക് കാർബണിനെ കാണാൻ പറ്റുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാലോ, അറ്റ്മോസ്ഫിയർ വിൽ ബി ഹാവിങ് 0.03% of carbon in the form of carbon dioxide. അതും പ്യുവർ കാർബൺ ആയിട്ടല്ല, that will be in the form of carbon dioxide. So even though its availability is meager,
അപ്പോൾ നമുക്ക് മനസ്സിലായി അവൈലബിലിറ്റി ഓഫ് കാർബൺ ഇൻ അവർ എർത്ത് ക്രസ്റ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് വെരി ലിറ്റിൽ, ഇറ്റ്സ് മീഗർ അല്ലേ. എന്നാലും നമുക്ക് പറയാൻ പറ്റും, എന്നാലും കാർബൺ എന്നൊരു എലമെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. സോ നമ്മൾക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ഐ ഹാവ് സെഡ് ഏർലിയർ ദാറ്റ് ദർ ഈസ് സം സ്പെഷ്യൽ ക്യാരക്ടർ ഫോർ ദ കാർബൺ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ യുണീക്ക് സ്ട്രക്ചർ which help carbon to bond easily with other atoms or itself, so that it can bond with other atoms. So students, now we are seeing the bonding in the carbon atoms. അപ്പോൾ കാർബൺ എന്നൊരു സാധനം ബോണ്ട് ചെയ്യുക, ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ബോണ്ടിങ്? ഒരു ആൾ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം, ഫ്രണ്ട്ഷിപ്പ് എന്നൊരു എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ഇസ് എ ബോണ്ട് ബിറ്റ്വീൻ ഫ്രണ്ട്സ് അല്ലേ. ഇറ്റ് ഈസ് എ ബോണ്ട് ബിറ്റ്വീൻ ഫ്രണ്ട്സ് തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എ ബോണ്ട്. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്തെന്ന് ബോണ്ട് ദാറ്റ് ഹെൽപ്സ് ദം ടു സ്റ്റേ ടുഗെദർ. അതേപോലെ തന്നെ കാർബൺ എന്നൊരു എലമെൻറ്റ് വേറൊരു ആറ്റവുമായിട്ട് ബോണ്ടിങ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഹാവിങ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദം. സോ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അതെന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. കാർബൺ എന്നൊരു എലമെൻറ്റ് വേറൊരു ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ഇസ് ദാറ്റ്, അതാണ് നമ്മൾ അറിയുന്നത്. സോ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബോണ്ട് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. നമുക്കറിയാം അയോണിക് ബോണ്ട് ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായോ? അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒരു ആറ്റം വേറൊരു ആറ്റത്തിന് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, തിരിച്ചു വാങ്ങൂല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വാങ്ങുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ട്രാൻസ്ഫർ, ദ ബോണ്ട് വിച്ച് ഇസ് ഫോംഡ് ത്രൂ ദി ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, അങ്ങനെയാണ് ആ ബോണ്ടിനെയാണ് പറയുന്നത് അയോണിക് ബോണ്ട്. സോ കാർബൺ എന്നൊരു എലമെൻറ്റ് അത് അയോണിക് ബോണ്ടാണോ അല്ല വേറെ ഏതെങ്കിലും ബോണ്ടാണോ ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് അയോണിക് ബോണ്ട് അല്ലേ. നമ്മൾ അയോണിക് ബോണ്ടിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ അയോണിക് ബോണ്ട് വിൽ ബി ഹാവിങ് വെരി മച്ച് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ആൻഡ് ദിസ് അയോണിക് ബോണ്ട് ഇറ്റ് conducts electricity in its molten state. But most of the carbon compounds, they are poor conductor of electricity. പക്ഷേ കാർബൺ കോമ്പൗണ്ട്സ് ഏകദേശം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാർബൺ കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാലും പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ നിന്ന് തന്നെ ചെറിയൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാർബൺ കോമ്പൗണ്ട് ഇസ് നോട്ട് ഫോമിങ് ത്രൂ അയോണിക് ബോണ്ട്. അപ്പോൾ ഏത് ബോണ്ടായിരിക്കും? സോ കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് കാർബൺ അയോണിക് ബോണ്ട് അല്ല വേറെ ഏതോ ഒരു ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ്. സോ ഇപ്പോൾ സിറ്റുവേഷന് വേണ്ടിയിട്ട് എനിക്ക് ബോർഡ് വേണമായിരുന്നു, പക്ഷേ എനിക്കിപ്പം ബോർഡ് എൻ്റെ അടുത്തില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബോർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ് us now look, അതായത് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുക്കാം. മോഡേൺ പീരിയോഡിക് ടേബിളിൽ കാർബൺ എന്നൊരു എലമെൻറ്റ് ഉണ്ടാവും. സോ കാർബൺ എന്നൊരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ്, എനിക്കൊരു കാര്യം ഇതിനു മുമ്പേ പറയാനുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഇപ്പോൾ കെമിസ്ട്രിയിൽ എന്ത് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും ഏതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനിങ് തന്നെ നമ്മളൊരു പീരിയോഡിക് ടേബിൾ സൈഡിൽ എടുത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തൊരു സാധനം, ഇപ്പോൾ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ കാണുകയാണെന്ന് വിചാരിച്ചോ, ആ ഒരു സാധനം നമ്മൾ കുറേ പ്രാവശ്യം കണ്ട് ആ ഒരു ഇമേജ് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് പതിയും അല്ലേ. സോ അതേമാതിരി തന്നെയാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ എല്ലാ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പീരിയോഡിക് ടേബിൾ എടുത്ത് സൈഡിൽ വെക്കുക. അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പീരിയോഡിക് ടേബിളിനെ നമ്മൾ കൂടുതൽ പ്രാവശ്യം റെഫർ ചെയ്യുന്നതിനനുസരിച്ച് ആ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രക്ചേഴ്സും ഓൾമോസ്റ്റ് ബേസിക്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ പതിയുന്നതായിരിക്കും. സോ ടേക്ക് ഇറ്റ് ആസ് എ ഹിൻറ്റ് ഫോർ യുവർ ബെറ്റർ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ കാർബണിനെ കുറിച്ചിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാർബൺ എന്നൊരു
എലമെൻറ്റ് ഉണ്ട്. സോ കാർബൺ എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റും 6 ആണ്. സോ അറ്റോമിക് നമ്പർ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് അറ്റോമിക് total number of electrons present in an atom or in an element, it will be equal to its atomic number. So carbon atomic number 6 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് കാർബണിന് ഉള്ളത്? 6. So these electrons, it should be filled in some or the other shell. That this filling of the electrons in its orbit or in its shell is known as electronic configuration. So നമ്മളുടെ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ബാക്കി 4 ഇലക്ട്രോൺസ്, ബാക്കിയുള്ള 6 2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ഇലക്ട്രോൺസ് എൽ ഷെല്ലിലായിരിക്കും ഫിൽ ചെയ്യാം. സോ 2ഉം 4 ആയിരിക്കും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? എൽ ഷെൽ. എൽ ഷെൽ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ഇലക്ട്രോൺസ്. ഐ എം ഗോയിങ് ടു സേ that is each atom or each element, it will be stable when its outermost shell is completely filled by 8 electrons. That is known as octet rule. അപ്പോൾ octet rule നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. octet rule എന്ന് വെച്ചാൽ ഏതൊരു ആറ്റം എടുത്താലും ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ 8 ഇലക്ട്രോൺസുമായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടാവണം. സോ എന്താണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. we will be much comfortable with our place where we stay, അല്ലേ? നമ്മളുടെ പ്ലേസിൻ്റെ അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ്, ഫ്രണ്ട്സ്, ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ഫീൽ ഹൈലി അൺസ്റ്റേബിൾ, അല്ലേ? നമ്മൾ അവിടെ കംഫർട്ട് ആയിരിക്കില്ല, മോർ കംഫർട്ടബിൾ ഫീൽ ചെയ്യില്ല. സോ വാട്ട് ഹാപ്പൻസ്, വി വിൽ കം ബാക്ക് ടു അവർ നോർമൽ, അല്ലെങ്കിൽ വിൽ കം ബാക്ക് ടു അവർ നോർമൽ പ്ലേസ് ടു ഫീൽ സ്റ്റേബിൾ അല്ലെങ്കിൽ ടു ഫീൽ കംഫർട്ട്, അല്ലേ? സോ സെയിം ആണ് എന്താ നമ്മൾ കാർബൺ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ അവസ്ഥ. സോ അവർ എപ്പോഴും ഇല്ല സ്റ്റേറ്റിൽ തന്നെ സ്റ്റേബിൾ ആവണം. സോ കാർബൺ എന്നൊരു എലമെൻറ്റ് 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് പറഞ്ഞു. സോ ആ കാർബൺ എന്നൊരു എലമെൻറ്റ് ഹൈലി അൺസ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ അതിന് എന്താ പറയുക, സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ 4 ഇലക്ട്രോൺസ് കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസ് കൊടുക്കുക, അല്ലെങ്കിൽ അത് വാങ്ങുക. 4 ഇലക്ട്രോൺസ് വാങ്ങുക. അങ്ങനെയാണെങ്കിലല്ലേ അത് സ്റ്റേബിൾ ആവുമല്ലോ. സോ നമ്മൾ ഒരു 2 കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് ആണെങ്കിൽ ഇഫ് ദ കാർബൺ ഹാവ് ടു ഗെയിൻ ദ 4 ഇലക്ട്രോൺസ്, കാർബൺ 4 ഇലക്ട്രോൺസ് വേറൊരു ആറ്റത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, 4 ഇലക്ട്രോൺസ് വാങ്ങുകയാണെങ്കിൽ C4- ആനിയോൺ ആയി. സോ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ദ ന്യൂക്ലിയസ് വിത്ത് 6 protons to hold the total 10 electrons. അതായത് കാർബണിന് ഓൾറെഡി 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ 6 ഇലക്ട്രോൺസ് ആണെങ്കിൽ പ്രോട്ടോൺസ് എത്രയാ? 6 ആണല്ലേ. സോ എക്സ്ട്രാ 4 ഇലക്ട്രോൺ വരുമ്പോൾ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആയി. ഈ 10 ഇലക്ട്രോൺസിന് 10 ഇലക്ട്രോൺസും കൊണ്ട് ഈ ന്യൂക്ലിയസിന് 6 പ്രോട്ടോൺസ് ഓൾറെഡി ഉണ്ട്. ഈ 6 പ്രോട്ടോൺസ് ഉണ്ടാവുമ്പോൾ എക്സ്ട്രാ വരുന്ന 4 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ടാവില്ല. സോ വാട്ട് ഹാപ്പൻസ്, കാർബൺ കാൺട്ട് ഗെയിൻ ദി ഇലക്ട്രോൺസ്. സെക്കൻഡ് കേസ് എടുക്കുകയാണെങ്കിൽ ദ കാർബൺ ഷുഡ് ലൂസ് ദ 4 ഇലക്ട്രോൺസ്. ആ കാർബൺ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിന് കൊടുക്കണം. അപ്പോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഓൾറെഡി 6 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ആ ഷെല്ലിൽ നിന്ന് 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുക. സോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് റിക്വയർ
ഹൈ എമൗണ്ട് ഓഫ് എനർജി. സോ ഇറ്റ് വിൽ ബി ഓൾസോ വെരി മച്ച് ഡിഫിക്കൾട്ട് അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് കാർബൺ കാൺട്ട് ട്രാൻസ്ഫർ ഇറ്റ്സ് ഇലക്ട്രോൺസ് ആൻഡ് ഫോം എ അയോണിക് ബോണ്ട്. സോ വിച്ച് ബോണ്ട് കാർബൺ ഫോംസ്, അതിന് എന്തായാലും പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ. സോ ഇറ്റ് ഓവർകംസ് ദിസ് പ്രോബ്ലം ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺസ് വിത്ത് അതർ ആറ്റംസ്. അതായത് കാർബൺ എന്നൊരു എലമെൻറ്റ് വേറെ ഏത് ആറ്റം ആയിട്ടാണോ ചേരുന്നത്, ബോണ്ട് ഫോം ആവുന്നത്, ആ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസും കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസും തമ്മിൽ മ്യൂച്വൽ ഷെയറിങ് നടക്കും. അപ്പോൾ ആ മ്യൂച്വൽ ഷെയറിങ് നടക്കുമ്പോൾ ഒരു ബോണ്ട് ഫോം ആവും. ആ ബോണ്ടാണ് എന്താ പറയുക, കോവാലൻറ്റ് ബോണ്ട്. സോ ദ ബോണ്ട് വിച്ച് ഈസ് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് കോവാലൻറ്റ് ബോണ്ട്. അപ്പോൾ കാർബൺ നമുക്ക് മനസ്സിലായി, കാർബൺ എന്നൊരു എലമെൻറ്റ് കോവാലൻറ്റ് ബോണ്ടാണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ, അതായത് നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, we have to see how the carbon is sharing its valence electrons with other atoms and how it forms a covalent bond. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബോർഡിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ബോർഡ് ഞാൻ ഉപയോഗിക്കേണ്ടി വരും. സോ ഇപ്പോൾ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് ആ പോർഷൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ എടുക്കാൻ പോകുന്നത്. സോ അത്ര വരെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ പോർഷൻസ്, അതായത് ഞാൻ സ്റ്റാർട്ടിങ് പോർഷൻ എടുത്തു, സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ മുതൽ ഇത്ര വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷന് നല്ല വൃത്തിക്ക് നോക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെയും ടെക്സ്റ്റ് എടുത്ത് വായിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലിരിക്കുന്നതായിരിക്കും. സോ പ്രിപ്പയർ മൈ വീഡിയോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും കമൻറ്റ് ഇടണം ഉണ്ടെങ്കിൽ അത് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ബോർഡ് ഉണ്ടാവും. സോ ഡോണ്ട് വറി, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. സോ ടിൽ ദാറ്റ്, ബൈ ബൈ, സീ യു.